ഹായ്. ഇന്ന് നമുക്ക് സപ്രസ്ഡ് എമോഷൻസ് എങ്ങനെയാണ് ഹീൽ ചെയ്യുന്നതെന്ന് നോക്കാം. സോ എന്താണ് സപ്രസ്ഡ് എമോഷൻസ് എന്ന് നമുക്ക് ഫസ്റ്റ് മനസ്സിലാക്കാം. നമ്മൾ പലപ്പോഴും മറ്റുള്ളവർ നമ്മളെ പറ്റി എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ എക്സ്പ്രസ് ചെയ്യാത്ത, പേടി കൊണ്ടോ ജഡ്ജ്മെന്റിനൊക്കെ ഭയന്നിട്ടോ നമ്മൾ എക്സ്പ്രസ് ചെയ്യാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ട്രോമകൾ കാരണം നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള പേടി, അല്ലെങ്കിൽ അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്ന് കറക്റ്റ് ആയിട്ട് അറിയാതിരിക്കുക. അതുപോലെ നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ സൊസൈറ്റി ഒക്കെ നമ്മളോട് കരയാൻ പാടില്ല, പ്രത്യേകിച്ച് ആൺകുട്ടികളോടൊക്കെ ആൺകുട്ടികൾ കരയാൻ പാടില്ല, സ്ട്രോങ് ആയിട്ടിരിക്കണം, അങ്ങനെയൊക്കെ നമ്മളെ കുഞ്ഞുനാൾ തൊട്ട് കണ്ടീഷൻ ചെയ്ത് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ റീസൺസ് എല്ലാം കൊണ്ട് നമ്മൾ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാതെ, അത് സന്തോഷമാവാം, സങ്കടമാവാം, എന്ത് തരത്തിലുള്ള ദേഷ്യമാവാം, ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യാതെ നമ്മൾ ഇരിക്കുന്നതിനെയാണ് സപ്രസ് ചെയ്യുക എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾ എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ വിചാരിക്കും ഇത് എക്സ്പ്രസ് ചെയ്യാതിരിക്കുമ്പോൾ പതുക്കെ കുറച്ച് നാൾ കഴിഞ്ഞ് അതങ്ങ് പൊയ്ക്കോളുന്നു. പക്ഷെ അത് എവിടെയും പോവില്ല. അത് നമ്മളുടെ ബോഡിയിൽ, നമ്മുടെ ബ്രെയിനില്, മൈൻഡിൽ ഒക്കെ അത് അവശേഷിക്കും. അത് അവിടെ സ്റ്റോർ ചെയ്തിരിക്കും. അത് പിന്നീട് അത് അവിടെ ഇരുന്ന് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളായിട്ട് ഓവർ ടൈം ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ ആൻഡ് ഈവൻ സ്പിരിച്വൽ ബ്ലോക്കുകളായിട്ട് വരെ മാറും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ബോഡിയെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതിൽ ഒരു ലോങ് ലിസ്റ്റ് ഓഫ് കാര്യങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. ഇതിൽ ഏതൊക്കെ അസുഖങ്ങൾ നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ഇമോഷൻ ആണ് നിങ്ങൾ സപ്രസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ആൻഡ് അത് കണ്ടുപിടിക്കുക എന്ത് തന്നെയായാലും. സോ കോമൺ ആയിട്ട് നമ്മൾ സപ്രസ് ചെയ്യുന്ന ഇമോഷൻസ് എന്തൊക്കെയാന്ന് വെച്ചാൽ, മറ്റുള്ളവരോടുള്ള ദേഷ്യം, വൈരാഗ്യം, അങ്ങനത്തെ കാര്യങ്ങൾ. രണ്ടാമതായിട്ട് വിഷമം, അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ കിട്ടാതെ പോയ കാര്യങ്ങളെ കുറിച്ച് ഓർത്തുള്ള വിഷമം. അതുപോലെ പേടി, ആൻസൈറ്റി, വറി, അങ്ങനെയുള്ള കാര്യങ്ങൾ. നാലാമതായിട്ട് കുറ്റബോധം, നാണക്കേട്, നമുക്ക് നമ്മളെ പറ്റിയുള്ള തന്നെ മോശം, നമ്മളെ പറ്റി തന്നെയുള്ള ആ ഒരു ഷെയിം, ഗിൽട്ട് ഒക്കെ, സെൽഫ് ബ്ലെയിം ഓൾസോ. അതുപോലെ സ്ട്രെസ്, അതുപോലെ ഒരുപാട് നമ്മുടെ തലയിൽ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ട് നമ്മൾ ഓവർവെൽഡ് ആവുക, ഓവർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. ഇതെല്ലാം ഈവൻ സപ്രസ്ഡ് ഇമോഷൻസിന്റെ എഫക്ട് തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാതെ, നമുക്ക് എസ്പെഷ്യലി പറയാനുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക. ഇതൊക്കെ മോസ്റ്റ്ലി റിലേറ്റഡ് ടു തൈറോയിഡ് ഇഷ്യൂസ്, അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂസ് ഇവിടുത്തെ ഏരിയ കൊണ്ടാണ്. ഒരു കാര്യം ഞാൻ പറയാൻ വന്നത്, ഈ ദേഷ്യം മോസ്റ്റ്ലി റിലേറ്റഡ് ടു ലിവർ ആണ്. ഓക്കെ, എന്നാൽ വിഷമങ്ങൾ മോസ്റ്റ്ലി റിലേറ്റഡ് ടു ലങ്സ്. ഇനി പേടി, അങ്ങനത്തെ കാര്യങ്ങൾ മോസ്റ്റ്ലി റിലേറ്റഡ് ടു കിഡ്നി. പിന്നെ ഗിൽറ്റ്, ഷെയിം, അതെല്ലാം നമ്മുടെ വയറുമായിട്ട് കൂടുതൽ റിലേറ്റ് ചെയ്തൊക്കെ ഇരിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ എക്സ്പ്രസ് ചെയ്യാതിരിക്കുക. കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് മോസ്റ്റ്ലി റിലേറ്റഡ് ടു ത്രോട്ട്. ഇനി നമ്മുടെ എന്തെങ്കിലും ബ്രേക്കപ്പ്, ഹാർട്ട് ബ്രേക്സ്, ആരെങ്കിലും നമ്മളെ ചതിക്കുക, ഇട്ടിട്ട് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ട് മോസ്റ്റ്ലി റിലേറ്റഡ് ടു ഹാർട്ട് ആണ്. അതുപോലെ നമ്മൾ മറ്റുള്ളവരോടുള്ള ദേഷ്യം മനസ്സിൽ സൂക്ഷിക്കുക, അവരോട് ക്ഷമിക്കാൻ പറ്റാതെ ആ റിവെഞ്ച് മെന്റാലിറ്റി, വൈരാഗ്യം, അതൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നമ്മളെ അഫക്ട് ചെയ്യും പല രീതിയിൽ. അതുപോലെ ഇത് ലോങ് ടേം ആയിട്ട്, അതായത് ഇത് കുറച്ചു കാലത്തേക്ക് ഈ ഇഷ്യൂസ് ആയിട്ടാണ് വരിക. ബട്ട് ഇത് ഓവർ ടൈം, വർഷങ്ങളോളം നമ്മൾ ഇതിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ആയിട്ട് വരും. എനിക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ട്, തൈറോയിഡ് ഉണ്ട്. സോ ഞാൻ എന്റെ പറയാനുള്ള കാര്യങ്ങൾ പറയാതെ ഇരിക്കുന്ന ഒരാളായിരുന്നു. അതേപോലെ എനിക്ക് ഒരുപാട് ഷെയിം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള തെറ്റുകൾ, മണ്ടത്തരങ്ങൾ, അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര നാണക്കേടൊക്കെ വരുന്ന ഒരു ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് എപ്പോഴും വരാറുണ്ട്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് എന്ത് ഇഷ്യൂസ് ആണുള്ളത്, അതുമായിട്ട് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ നോക്കുക. സോ ഓവർ ടൈം എനിക്ക് വന്നൊരു കാര്യമാണ്, എനിക്കും എന്റെ അമ്മയ്ക്കും ഉണ്ട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. അതേപോലെ ക്രോണിക് ആയിട്ടുള്ള പെയിൻ. പലപ്പോഴും പലർക്കും എന്താണ് വേദനയുടെ റീസൺ എന്ന് പോലും അറിയത്തില്ല. ദേഹത്ത് അവിടെ ഇവിടെയൊക്കെ നീരായിട്ടൊക്കെ ഇൻഫ്ലമേഷൻസ് ആയിട്ടൊക്കെ വന്ന് കിടക്കുകയാണ്. എന്താണെന്ന് അറിയത്തില്ല, എവിടെ ഇടിച്ചിട്ടില്ല, ഒന്നുമില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ പലപ്പോഴുള്ള റീസൺ. അതുപോലെ ക്യാൻസർ മോസ്റ്റ്ലി റിലേറ്റഡ് ടു ദേഷ്യം, വെറുപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സപ്രസ് ചെയ്ത് വെക്കുമ്പോഴാണ് ഓവർ ടൈം ക്യാൻസർ ആവുന്നത്. പിന്നെ ഹോർമോണൽ ഇംബാലൻസസ്, പിന്നെ നെർവസ് സിസ്റ്റം, പിന്നെ പ്രശ്നങ്ങൾ. ഇനി ഇത് മൈൻഡിനെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യും ചോദിച്ചാൽ, നമ്മൾ ഓവർ തിങ്ക് ചെയ്യും. അതുപോലെ നമ്മുടെ മൂഡ് സ്വിങ്സ്, പലപ്പോഴും നമ്മൾ ചിലപ്പോൾ നമ്പായിട്ട് ഫീൽ ചെയ്യും. ഒരുപാട് കാര്യങ്ങൾ സപ്രസ്ഡ് ആയിരിക്കുമ്പോൾ നമുക്ക് ഒരു ഇമോഷനും ഇല്ലാത്തൊരവസ്ഥ വരും. ചിലപ്പോൾ സ്റ്റക്ക് ഇമോഷൻ, സ്റ്റക്ക് തോട്ട്സ്, രണ്ടും സ്റ്റക്കായി കിടക്കാണ്. അതേപോലെ പലപ്പോഴും നമ്മൾ പഴയ കാര്യങ്ങൾ മനസ്സിലിട്ട് ഇങ്ങനെ റിവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ പ്രസന്റിൽ ഫോക്കസ് കിട്ടാതിരിക്കുക. പിന്നെ പലരിലും ഇത് ഗ്രാജുവലി ഹെൽത്ത് ഇഷ്യൂസ്, മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടുള്ള ആൻസൈറ്റി, ഡിപ്രഷൻ, അങ്ങനെയുള്ള പല കാര്യങ്ങളിലോട്ടും വരും. ഇനി ഇത് നമ്മുടെ ബ്രെയിനിനെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ,
നമ്മൾ ചെറിയ കാര്യങ്ങൾ പോലും ഭയങ്കര വലുതായിട്ട് തോന്നുക, പെട്ടെന്ന് ട്രിഗേർഡ് ആവുക, അതുപോലെ നമുക്ക് ലോജിക്കലായിട്ടും ആലോചിക്കാൻ, പ്രോബ്ലം സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ഈ കാര്യങ്ങളൊന്നും പറ്റാതാവുക. പലപ്പോഴും പലരും ഡ്രൈവ് ചെയ്യാൻ പോലും പറ്റുന്നില്ല, സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാറുണ്ട്. ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അതുപോലെ സ്ട്രെസ് ഹോർമോൺസിന്റെ ഓവർ പ്രൊഡക്ഷൻ നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. പിന്നീട് അതൊരു അത് പിന്നീട് വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് മാറുകയും ചെയ്യും. പിന്നെ മെമ്മറി ഇഷ്യൂ, ഒരുപാട് ക്ലയൻസ് പറയുന്ന ഒരു കാര്യമാണ് മെമ്മറി ഇഷ്യൂ. ഈവൻ ഉറക്കമില്ലായ്മ പോലും സംതിങ് നിങ്ങൾക്ക് ആ ലിസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും, അതൊക്കെ ഇതിന്റെ റീസൺസ് ആണ്. സോ മെമ്മറി ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ അഡിക്ഷൻസിലോട്ടും പലരും ഇത് കാരണം പോവാറുണ്ട്. ബിക്കോസ് നമ്മൾ ഈ പ്രശ്നങ്ങളെ നേരിടുന്നതിനോ അതിനെ ഒന്നും നേരിടാതെ നമ്മൾ സപ്രസ് ചെയ്ത് വെച്ചേക്കുന്ന കാരണം സംഭവം അതിനെ നമ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചില മാർഗങ്ങൾ നമ്മുടെ ബ്രെയിൻ കണ്ടുപിടിക്കും, വിച്ച് ആർ അഡിക്ഷൻസ്. ഇത് നമ്മുടെ സോളിനെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യും എന്ന് ചോദിച്ചാൽ, നമ്മുടെ സോളിന് ഒരു പർപ്പസ് ഉണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് ലെവലിൽ പറഞ്ഞതാണ്. സോ നമ്മുടെ ലൈഫ് പർപ്പസ് അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് അവയർനെസ് ഇതൊന്നും ഇല്ലാതെ നമ്മൾ ഡിസ്കണക്റ്റഡ് ആയിട്ടിരിക്കുക, ജീവിതത്തിന് ഒരു മീനിങ് ഇല്ല, അർത്ഥമില്ല എന്നുള്ളൊരു തോന്നൽ, മൊത്തത്തിൽ സ്റ്റക്ക് ആയിട്ട് ലോസ്റ്റ് ആയിട്ടിരിക്കുക. അതുപോലെ നമ്മുടെ ക്രിയേറ്റിവിറ്റി, പാഷൻ, ജോയ്, നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല, ക്രിയേറ്റീവ് ആയിട്ടൊന്നും ഐഡിയാസ് ഒന്നും വരുന്നില്ല തലയിൽ, അങ്ങനെയുള്ള എന്താ പറയാ, അങ്ങനെ പാഷനേറ്റ് ആയിട്ട് ഈവൻ പലരുടെയും സെക്സ് ലൈഫിനെ പോലും അതുപോലും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ സിറ്റുവേഷൻസിലോട്ടൊക്കെ വരാറുണ്ട്. സോ എങ്ങനെ ഇത് റിലീസ് ചെയ്യാം എന്നുള്ളതിന്റെ കുറച്ച് മെത്തേഡ്സ് ആണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. സോ ത്രൂ ബോഡി നമുക്ക് എങ്ങനെ റിലീസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, നമുക്ക് ഡാൻസ്, യോഗ, വർക്ക്ഔട്ട്, അങ്ങനെ എന്ത് ഫിസിക്കൽ ആക്ടിവിറ്റി, ഒരു ബ്രിസ്ക് വാക്ക് പോലെ, ഞാൻ പ്രാക്ടിക്കൽ ടിപ്സ് അടുത്ത് പറഞ്ഞു തരാം. എനിവേ നമുക്ക് ചുമ്മാ അതിങ്ങനെ ഷേക്ക് ചെയ്ത് നമ്മുടെ ബോഡിയിൽ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. സോ അങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റി, എന്ത് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നതും ഭയങ്കര നല്ലതാണ്. എസ്പെഷ്യലി ഹോർമോൺസ് ഒക്കെ, ഈ സ്ട്രെസ് ഹോർമോൺസ് മാറി ഹാപ്പി ഹോർമോൺസ് ഒക്കെ റിലീസ് ആവുകയും ചെയ്യും. സോ അതുകൊണ്ട് എക്സസൈസ് ഒരു മസ്റ്റിംഗ് ആണ്. എല്ലാവരും എവറി ഡേ ഒരു 15 minutes എങ്കിലും ചെയ്യണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യും. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഇതുപോലെ ഭയങ്കര എന്തൊരു കാരണമില്ലാത്ത പെയിനോ, സ്ട്രെസ്സോ, ബേണിംഗ് സെൻസേഷൻ, എവിടെയെങ്കിലും ഒരു അസുഖമൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അത് റിലീസ് ആവുന്നതായിട്ട് ഫീൽ ചെയ്യും. അറ്റ്ലീസ്റ്റ് അതിന്റെ റീസൺ എങ്കിലും മനസ്സിലാവും. പിന്നെ ബ്രെത്ത് വർക്ക്, നമ്മുടെ പ്രാണായാമം, കപാലപതി, സുദർശന ക്രിയ, കൺട്രോൾ ബ്രീത്തിങ്, ഇങ്ങനെ കുറേ ബ്രീത്തിങ് എക്സസൈസസ് ഉണ്ട്. നിങ്ങൾക്ക് യൂട്യൂബ് റെഫർ ചെയ്താൽ കുറേ കിട്ടും. ബട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇൻഹെയിൽ ചെയ്യുക, എക്സ്ഹെയിൽ ചെയ്യുമ്പോൾ ആ നെഗറ്റിവിറ്റി റിലീസ് ആവുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പിന്നെ അതുപോലെ ബ്രെയിനിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. അതും നമ്മൾ അടുത്ത ലെവലിൽ പഠിക്കുന്ന കാര്യങ്ങൾ മെഡിറ്റേഷൻസ് ഒക്കെ പഠിപ്പിക്കും. അപ്പോൾ മൈൻഡ് നമുക്ക് ജേർണൽ ചെയ്യാം, എഴുതാം, അതുപോലെ സംസാരിക്കാം, ആരോടെങ്കിലും സംസാരിക്കാം. അല്ലാത്തൊരു മെത്തേഡും ഞാൻ പറഞ്ഞു തരാം ഇനി ആരുമില്ല എന്നുണ്ടെങ്കിൽ. സോ അതുപോലെ നമ്മുടെ സോളിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് കഴിഞ്ഞ ദിവസം ചെയ്തു. സോ അങ്ങനെ നമ്മളെ സേഫ് ആക്കി, സെക്യൂർ ആക്കി, നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ റിലീസ് ചെയ്യുന്നതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുമ്പോൾ നമ്മുടെ സോളിന് വീണ്ടും ആ ഒരു റീകണക്ഷൻ വരും നമ്മളുമായിട്ട്. അതുപോലെ ഫോർഗീവ്നെസ്, പലപ്പോഴും ഇത് മറ്റുള്ളവരോടുള്ള ദേഷ്യം, മറ്റുള്ളവരുടെ നമ്മുടെ ലൈഫിനെ ഇമ്പാക്ട് ചെയ്യാൻ നമ്മൾ സമ്മതിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ക്ഷമിക്കുക മറ്റുള്ളവരോട്. നമ്മുടെ ഈ ദേഷ്യം, വെറുപ്പ്, വൈരാഗ്യം, അവരോടുള്ള പേടി, അതെല്ലാം നമ്മൾ റിലീസ് ചെയ്യാം. സോ പ്രാക്ടിക്കലി നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ, പെട്ടെന്നൊക്കെ ഫീൽ ചെയ്യും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് സ്വയമേ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ റൂം എല്ലാം അടച്ചിട്ടിട്ട് റൂമോ ബാത്റൂമിലോ എവിടെയെങ്കിലും കയറിയിട്ട് നിങ്ങൾക്ക് ഒരാളോട് പറയാനുണ്ട്, ഒരാളോട് ദേഷ്യം വന്നു വിചാരിക്കാം. സോ ആ ആളോട് നമ്മൾ നേരിട്ട് അയാളോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ നമ്മളോട് തിരിച്ചു പറയും, അതൊരു വലിയ വഴക്കാവും. ചിലപ്പോൾ നമുക്ക് ആളോട് പറയാൻ പറ്റില്ല, ചിലപ്പോൾ നമ്മുടെ പേരന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻലോസ് ആരെങ്കിലും ആയിരിക്കാം, ഹസ്ബൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ പാർട്ട്ണർ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ബോസ് ആയിരിക്കാം. സോ ഇവരോടൊക്കെ ചില നമുക്ക് തിരിച്ച് പറയണമെന്നുണ്ടെങ്കിലും പറയാൻ പറ്റാതെ വരും. അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും വാതിലൊക്കെ അടച്ചിട്ട് പൂട്ടി ഇരുന്നിട്ട് നമുക്ക് പറയാനുള്ള എല്ലാം, തെറി വിളിക്കാൻ തോന്നിയാലും നോ പ്രോബ്ലം, തെറി വിളിച്ചോളൂ, ഒരു ജഡ്ജ്മെന്റും ഇല്ല, ആരും കേൾക്കുന്നില്ല എന്ന് എൻഷുർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് പറയാനുള്ള എല്ലാം നിങ്ങൾ പറയുക. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ, നമ്മൾ പറയുമ്പം അത് നമ്മുടെ മൈൻഡിൽ നിന്ന് പൊക്കോളും. പക്ഷെ നമ്മളത് മനസ്സിൽ വെക്കുമ്പം ഞാനൊരു കണക്ക് പറയാം നിങ്ങൾക്ക്. അതായത് നിങ്ങൾ ഒരാളോടുള്ള ദേഷ്യം എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ, എനിക്ക് നിങ്ങളെ വെറുപ്പാണ് എന്ന് നിങ്ങൾ ഒരു തവണ എക്സ്പ്രസ് ചെയ്താൽ അതിന് ഒരു ഇമ്പാക്റ്റേ ഉള്ളൂ. പക്ഷെ നിങ്ങളത് പറയാതെ നിങ്ങളുടെ മനസ്സിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനൊരു 108 times, 108 തവണ ഇമ്പാക്റ്റ് ആണ് പറയുന്നതിനേക്കാളും മനസ്സിൽ വെക്കുമ്പോൾ. ഇനി നിങ്ങൾ മനസ്സിലും വെച്ചിട്ട് മനസ്സിലും വരാതെ, എനിക്ക് അങ്ങനെയൊന്നും തോന്നാൻ പാടില്ല, ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് സപ്രസ് ചെയ്ത് വെക്കുക. ഞാൻ അതിലോട്ട് പോകാൻ പാടില്ല, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, ആളെ പറ്റി അങ്ങനെ വിചാരിക്കാൻ പാടില്ല, ആളോട് ദേഷ്യപ്പെടാൻ പാടില്ല, അങ്ങനെ നമ്മൾ സപ്രസ് ചെയ്ത് വെക്കുകയാണ്. ഞാൻ കരയാൻ പാടില്ല, അങ്ങനെയൊക്കെ
പേടിച്ചിട്ട് സപ്രസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് 108 × 108 ടൈംസ് അത്രയും ഇമ്പാക്റ്റ് ആയിരിക്കും, അത്രയും എന്താ സ്ട്രോങ് ആയിട്ടായിരിക്കും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിൽ പതിയരുത് എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള ഈ നെഗറ്റീവ് ഇമോഷൻസ് എല്ലാം എക്സ്പ്രസ് ചെയ്ത് പഠിക്കുക. മനസ്സിലും വെക്കാതിരിക്കുക, സപ്രസ് ചെയ്യാതെ ഇരിക്കുക. ഇൻസ്റ്റെഡ് അത് പറയുക അല്ലെങ്കിൽ എഴുതുക, സംഭവം അത് റിലീസ് ചെയ്യണം എന്ന് നിങ്ങൾ മനസ്സിൽ വെക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങൾ കാർ ഉണ്ടെങ്കിൽ നിങ്ങൾ കാർ എവിടെയെങ്കിലും ഡ്രൈവ് ചെയ്ത് പോയി ആരില്ലാത്ത സ്ഥലത്ത് നിങ്ങൾക്ക് ഷൗട്ട് ചെയ്യാം, അലറാം. അതുപോലെ നിങ്ങളുടെ റൂമിൽ നിങ്ങൾക്ക് എന്താ പറയുക, പില്ലോ, ബെഡ് അല്ലെങ്കിൽ എന്തെങ്കിലും സോഫ്റ്റ് ടോയ് അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇടിക്കാം. ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് നിങ്ങളുടെ ദേഷ്യം തീരുന്നവരെ നിങ്ങൾക്ക് ഇടിക്കാം. അതാകുമ്പോൾ നിങ്ങളുടെ കൈ വേദനിക്കില്ല. ആ ഒരു ഇത് നമുക്ക് റിലീസ് ചെയ്യാനും പറ്റും. ചിലപ്പോൾ നമുക്ക് എന്താ പറയാ, ഇപ്പൊ ഓഫീസിലൊക്കെ ആണെങ്കിൽ നമുക്ക് അതുപോലെ പില്ലോ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, പെട്ടെന്ന് ഒരു ബ്രിസ്ക് വാക്ക് നടക്കും, വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുക. നമ്മുടെ ബോഡിയിൽ ദേഷ്യമൊക്കെ വരുമ്പോൾ ഒരു എക്സസ് എനർജി വരും. ദേഷ്യം പേടിയൊക്കെ വരുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുകയൊക്കെ ചെയ്യും. സോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ ബോഡി എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഹെവി ആയിട്ടുള്ളത് ചെയ്യുമ്പോൾ ആ എക്സസ് എനർജി ഒക്കെ റിലീസ് ആവുകയും ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കാരണം എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഫിസിക്കൽ ആക്ടിവിറ്റി, ചാടുക, പെട്ടെന്ന് നടക്കുക, അല്ലെങ്കിൽ ബോഡി ഒന്ന് ഷേക്ക് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, സിംപിളി ഇൻഹെയിൽ ചെയ്തിട്ട് എക്സ്ഹെയിൽ ചെയ്യുമ്പോൾ ആ ഒരു ചൂട് ശ്വാസം നമ്മുടെ മൂക്കിൽ നിന്ന് പോവല്ലോ, അതിന്റെ കൂടെ നമ്മുടെ ആ ദേഷ്യം അല്ലെങ്കിൽ വിഷമം എന്താണോ അതും കൂടെ പുറത്തേക്ക് റിലീസ് ആവുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാം. ഓരോ തവണയും പോസിറ്റിവിറ്റി ഇൻഹെയിൽ ചെയ്യുന്നതായിട്ടും നെഗറ്റിവിറ്റി നമ്മുടെ ഉള്ളിൽ നിന്ന് എക്സ്ഹെയിൽ ആവുന്നതായിട്ടും, ചിലർ അതൊരു കറുത്ത പുകയായിട്ട് നമ്മുടെ മൂക്കിൽ നിന്ന് എക്സ്ഹെയിൽ ആയി പോകുന്നതായിട്ടും ചിലർ വിഷ്വലൈസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. അപ്പൊ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ നിങ്ങൾക്ക് കരയാൻ തോന്നിയാൽ കരയുക, അല്ലെങ്കിൽ ദേഷ്യപ്പെടാൻ തോന്നും, വാട്ട് എവർ ദാറ്റ് ഇമോഷൻസ് അത് ചെയ്യാം. ചിലപ്പോൾ പലരും കരയാൻ പാടില്ല എന്ന് വിചാരിച്ച് അതിനെ സപ്രസ് ചെയ്ത് വെക്കാനാണ്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, കരയുക. ഇനി ആരെങ്കിലും കാണുന്നതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങൾ ആരും കാണാത്തവരടുത്ത് പോയി കരയുക. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് സംസാരിക്കാനൊക്കെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ആ ഫ്രണ്ടിനോട് സംസാരിക്കാം. പക്ഷെ ആരും ഇല്ലാത്തപ്പോഴാണ് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യേണ്ടത്. പിന്നെ സംടൈംസ് നമ്മൾ പലരോടും നമ്മുടെ പ്രശ്നങ്ങൾ വേറെ ഉള്ളവരോട് പറയുമ്പോൾ അവരെ അത് പലപ്പോഴും ബാധിക്കാറുണ്ട്. എസ്പെഷ്യലി അത് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ അവരും ആ നെഗറ്റിവിറ്റിയിലേക്ക് വരും, അവരും വിഷമിക്കും. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും നമ്മൾ എന്താ പറയുക, ഒരു തെറപ്പിസ്റ്റിനോടോ കോച്ചിനോടോ ഒക്കെ പറയുന്നത് പോലല്ല ഫ്രണ്ട്സിനോടോ ഫാമിലിയോടോ ഒക്കെ പറയുന്നത് എന്ന് മനസ്സിലാക്കുക. പിന്നെ അവർ നമ്മളെയും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറിയിലുള്ള ആളുകളെ ഒക്കെ ജഡ്ജ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. പിന്നെ അവരെന്തെങ്കിലും ഉപദേശം പറഞ്ഞിട്ട് അത് നമ്മൾ കേട്ടില്ലെങ്കിൽ പിന്നെ എഗെയിൻ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാനും വരും. ഞാൻ അന്നേ പറഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് ഫെദർ പ്രോബ്ലംസ് ആണെന്നുണ്ട്. കഴിവതും നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ബട്ട് ഇഫ് യു നീഡ് ഹെൽപ്പ്, ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ആസ്ക്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് സ്ക്രിബ്ലിംഗ്. ഒരു പേപ്പർ എടുത്തിട്ട് പേന വെച്ച് നമ്മൾ കുത്തി കുത്തി വരച്ച് നമുക്ക് എത്ര ദേഷ്യം ഉണ്ടോ അതെല്ലാം ആ പേപ്പറിൽ എക്സ്പ്രസ് ചെയ്ത് അതിനുശേഷം ആ പേപ്പർ പിച്ചി കീറി വേസ്റ്റ് ബാസ്കറ്റിലോട്ട് എറിയും, അല്ലെങ്കിൽ കത്തിച്ച് കളയാം, അപ്പ് ചെയ്യും. സോ ഇതിൽ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി, ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ല ആരോടെങ്കിലും ദേഷ്യം കിടപ്പുണ്ടെങ്കിൽ, പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ദേഷ്യം കിടപ്പുണ്ടാവും, നമ്മൾ മനസ്സിലാവാത്തതാണ്. എന്തെങ്കിലുമൊക്കെ നമ്മുടെ ബോഡി പെയിൻ ആയിട്ട് ചിലപ്പോൾ കിടപ്പുണ്ടാവും, നീരായിട്ട് കിടപ്പുണ്ടാവും. അപ്പം സോ പലതും ഫിസിക്കൽ പെയിൻ ആയിട്ട്, അല്ലെങ്കിൽ മൊത്തത്തിലൊരു അസ്വസ്ഥത, എന്താ റീസൺ എന്ന് അറിയാത്തൊരു അസ്വസ്ഥത, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുക. അപ്പൊ നമുക്ക് ചിലപ്പോൾ അതിന്റെ റീസൺ മനസ്സിലാവും. ചിലപ്പോൾ റീസൺ പോലും നമുക്ക് മനസ്സിലാവാതെ കിടക്കായിരിക്കും. ഇപ്പൊ നമുക്ക് ആ റീസൺ മനസ്സിലാവും, ആരോടെ ദേഷ്യം എന്ന് മനസ്സിലാവും. സോ അതെല്ലാം നമ്മൾ വെന്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ നിങ്ങൾ ചൂസ് ചെയ്ത് ആ രീതിയിൽ നിങ്ങളത് റിലീസ് ചെയ്യാം. ഓക്കെ. ആൻഡ് എപ്പോഴൊക്കെയാണോ നിങ്ങൾക്ക് ഇതുപോലെ ദേഷ്യമോ എന്തെങ്കിലും സപ്രസ്ഡ് ഇമോഷൻ ഒക്കെ വരുമ്പോൾ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ചോ വേണമെങ്കിൽ, എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. ഇതെല്ലാം ചെയ്യുന്നത് ഓക്കെ ആണ്, ഒന്നും ഇമ്മച്വർ അല്ല എന്ന് മനസ്സിലാക്കുക. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു. ബൈ.